والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون ولقد خلقنا فوقكم سبع طرائق وما كنا عن الخلق غافلين وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة القرآن وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون وعليها وعلى الفلك تحملون ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായമായ
സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 25 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈമാൻ അനുസരിച്ചുള്ള ഒരു ജീവിതവും ഈമാൻ കാമിലായി ഈമാൻ പൂർണ്ണമായി കൊണ്ടുള്ള ഒരു മരണവും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഈ സൂറത്ത് നമ്മൾ പഠിക്കാൻ ആരംഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ആഗ്രഹം സഫലമാക്കി തീർക്കട്ടെ. ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന എല്ലാ ഓരോ വിഷയങ്ങളും, ആയത്തുകളിൽ പ്രതിപാദിക്കുന്ന ഓരോ വിഷയങ്ങളും ഈ സൂറത്തിലെ മുഴുവൻ ആയത്തുകളിലും നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അത് കുറയാൻ സാധ്യതയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അത് നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും, ഈമാൻ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പുമാണ് ഈ സൂറത്തിലെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ അവസാനം പഠിച്ച് പൂർത്തിയാക്കിയത് 7 ആകാശങ്ങളെ പറ്റിയാണ്. നിങ്ങൾക്ക് മീതെ 7 ആകാശങ്ങളെ നാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ആയത്താണ്. ആ ആയത്തിനെ നമ്മൾ തദബ്ബുർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, ഈ മഹാവിസ്മയ പ്രപഞ്ചത്തിൽ നമ്മൾ ഒരു നിസ്സാരനായ സൃഷ്ടിയാണ് മനുഷ്യൻ, നമ്മളൊന്നുമല്ല എന്നൊരു ബോധ്യപ്പെടലാണ് അല്ലേ. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ആയത്തിൽ എന്താ പറഞ്ഞത്? മനുഷ്യരായ നമ്മളെ സൃഷ്ടിപ്പ് അല്ലേ, നമ്മളെ സൃഷ്ടിപ്പിനെ പറ്റി. അത് വെറും ഒരു നുത്ഫത്തായി, അലക്കത്തായി, മുളകത്തായി, അങ്ങനെ നിസ്സാരമായൊരു സൃഷ്ടിയാണ് നമ്മൾ. ആ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല വിശാലമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് ഇനി ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ചില പ്രത്യേക ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ആ പ്രത്യേക ദൃഷ്ടാന്തങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഈമാനിന് അതുമായി ബന്ധമുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ്. എല്ലാം വിശദമായിട്ട് പറയാതെ ചില കാര്യങ്ങളെ മാത്രമല്ല ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ ആയത്തുകൾ തമ്മിലുള്ള ഒരു ഘടന പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും. അപ്പം ആദ്യം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു, പിന്നെ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞു. അപ്പം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് മനുഷ്യൻ ഏറ്റവും നിസ്സാരനാണ് എന്ന് ബോധ്യപ്പെടുത്തി തരാനാണ്. ഈ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ്? ആകാശം എന്ന മഹാപ്രപഞ്ചം അള്ളാഹു പടച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പോലും അറിയാത്തെന്ന് മനുഷ്യന്മാർ കണ്ടെത്താത്ത പല കാര്യങ്ങളും. അപ്പം അത് രണ്ടും വെച്ചിട്ട് അള്ളാഹ് ഖുർആനിൽ ഒരു ചോദ്യം ചോദിക്കണ്ടേ? അതെന്താ? അൻതും ഈ 2 ആയത്ത് പഠിച്ച ആളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അൻതും നിങ്ങളാണോ, അഷദ്ദു ഖൽഖൻ സൃഷ്ടിക്കാൻ പ്രയാസമുള്ള അതിസങ്കീർണമായ സൃഷ്ടി നിങ്ങളാണോ, അമിസ്സമാ, എന്താണ് അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ, അതല്ല ആകാശമാണോ, ബനാഹ നാം അതിനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്നു. നോക്കി നിങ്ങൾ, എത്ര അർത്ഥവത്തായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം എന്നറിയോ? എന്താ? ആ സൂറത്ത് നമ്മളിങ്ങനെ, സൂറത്ത് അബസയാണ് ഞാൻ ഓതിയത്, ചെറിയ സൂറത്താണ്, അബസവത്തവല്ല, അമ്മ ജുസയിലല്ല. അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ ബനാഹ എന്ന് അള്ളാഹ് പറയുന്നത്, അതിലിങ്ങനെ വായിച്ചിങ്ങനെ വരുമ്പം അള്ളാഹ് പറയുന്നുണ്ട്, ഈ മനുഷ്യന് ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, അതിലെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെന്താ? എങ്ങനെയാണ് നിങ്ങൾ നന്ദി കെട്ടവരായത്? എങ്ങനെയാണ് ഇത്രയും വലിയ നന്ദി കെട്ടവരായി നിങ്ങൾ മാറിയത്? എന്നിട്ടാണ് മിൻ അയ്യി ഷൈഇൻ ഖലഖ, എന്തിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ തുമ്മ സബില യസ്സറ. അപ്പം മനുഷ്യന് ഈ നന്ദികേട് കാണിക്കാൻ, അള്ളാനെ മറന്ന് ജീവിക്കാൻ ഒരു വകുപ്പും ഈ ഭൂമിയിലില്ല. അള്ളാഹ് തന്നതല്ലാത്ത ഒന്നും നമ്മളെ കൈകളിലില്ല, നമുക്കില്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി തരികയാണ്. ആ സൂറത്തിൽ തന്നെ അള്ളാഹു തആല പിന്നീട് പറഞ്ഞത് എന്താണ്? മനുഷ്യൻ്റെ ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച്, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ ത്വആമിഹി, ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യൻ്റെ ഭക്ഷണത്തെക്കുറിച്ച്? എന്നിട്ട് ഭൂമിയിലെ വ്യത്യസ്തമായ ഭക്ഷണത്തെക്കുറിച്ച് അള്ളാഹു തആല സൂചിപ്പിക്കുകയാണ്. ശരി, അപ്പോൾ ഈ 2 ആയത്തുകളെ, ഇത് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ആയത്തിൻ്റെ തൊട്ടു മുന്നിലുള്ള ആയത്തും അതിൻ്റെ മുന്നിലുള്ള ആയത്തും അത് നമുക്കൊരു ബോധ്യപ്പെടുത്തി തരലാണ്. എന്നിട്ട് ഈ ഭൂമിയിലെ ദൃഷ്ടാന്തമാണ് മഴ. ആ മഴയെക്കുറിച്ച് അള്ളാഹു തആല പറയാണ്. കാരണം എന്താണെന്നറിയോ? ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ മഴ എന്ന് പറയുന്നത്
എന്നൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അത് ശരിക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് തദബ്ബുർ ചെയ്യാൻ പോവാണ്. അത് തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു തുള്ളി മഴ, ഒരു മഴത്തുള്ളി പോലും എന്തല്ല, നിസ്സാരമല്ല, നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന സംഗതിയാണെന്നുള്ളതാണ്. അപ്പം ഇതിലെ പിന്നെ 18ാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണാതെ പഠിച്ചു അല്ലേ? വൻസല്ല മിന സമായി മാഅം ബിഖദ്രി ഫസ്തന്നാഹു ഫിൽ അർളി വഇന്നാ അലാ ദഹാബി ബിഹി ലഖാദിറൂൻ എന്ന ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണാതെ പഠിക്കല്ലേ ചെയ്തത്. അതിലെ പിന്നെ തജ്വീദ് പറഞ്ഞു തന്നില്ലേ, പാരായണ നിയമങ്ങൾ പറഞ്ഞു തന്നില്ലേ അല്ലേ? അത് നമ്മൾ പലതവണ ഓതിയില്ലേ? പിന്നെ അതിൻ്റെ വെറൈറ്റി ഖിറാഅത്തുകൾ കേൾപ്പിച്ചില്ലേ? അതൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുകയാണ്. അർത്ഥം വളരെ എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷെ അത് നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുക. എന്താണ് നോക്കി, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ. ആ വാവ് അൻസൽന എന്ന് പറയുന്ന ആ വ എന്ന അക്ഷരം, അൻസല എന്നതിൻ്റെ മുന്നിലുള്ള വാവ്, ആ വാവ് തൊട്ട് മുകളിൽ പറഞ്ഞ ആ ആശയത്തിലേക്ക് അത് ചേരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചതും ആകാശത്തെ സൃഷ്ടിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയത്തെ ഒന്നുകൂടി അത് ഇനി ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പറഞ്ഞു തീരുമ്പോഴാണ് നിങ്ങൾക്കത് ബോധ്യപ്പെടുക. ഈ സംഗതി ഊട്ടി ഉറപ്പിക്കാൻ എന്തിനാണ് ഈ മഴ? ഇപ്പം ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തു എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ മഴക്കാലമാണ്. ഈ വർഷിക്കുന്ന മഴ, അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇത് തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ശരി, വഅൻസൽന, ആ വാവ് മുകളിലുള്ള ആയത്തിലേക്ക്. വാവ് പല ടൈപ്പ് വാവ് ഖുർആനിലുണ്ട്. ഒന്നൊന്നല്ല, 5-8 ടൈപ്പ് വാവുണ്ട്. 1, 2, 3 അല്ല, പല ടൈപ്പ് വാവുണ്ട്. വാവ് സമാനിയുണ്ട്, വാവുൽ കസമുണ്ട്, വാവുൽ അത്ഫുണ്ട്, ഇസ്തിസ്നാഇന്റെ വാവുണ്ട്, പല വാവുകളുണ്ട്. ഒരു വാ അല്ല, എല്ലാ വാവിനും ഒരേ അർത്ഥമല്ല. ഒരു പദത്തിൽ വരുന്ന വാവല്ല. അപ്പൊ യുഅ്മിനൂ എന്ന് പറയുമ്പോൾ ഒരു വാവുണ്ട്, ആ വാവല്ല പറയുന്നത്. ഒരു ഹർഫായിട്ട് വരുന്ന വാവുകളുണ്ട്. ഇപ്പൊ വൽ ഫജ്ർ, വാ പ്ലസ് അൽ ഫജ്ർ ആണ്. ഫജ്ർ തന്നെയാണ് സത്യം, അത് സത്യമാണ് വാവ്. മനസ്സിലായില്ലേ? കിതാബുൻ വ കലമുൻ, പേനയും പുസ്തകവും എന്ന് പറയാം. ആൻഡാണ് ആ വാവിന് അർത്ഥം കിട്ടുക. വാഹിദിൻ ഇത്നാനി സലാസ അർബഅ സിത്ത ഹംസ സബ്അ വ സമാനിയ, അവിടെ വാവുണ്ട്. 7 കഴിഞ്ഞാൽ പിന്നെ സമാനിയ അല്ല പറയാ, വ സമാനിയ, അതാണ് വാവു സമാനിയ. അത് ഖുർആനിലൊക്കെ കാണാം. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തിലെ വാതിലിനെ കുറിച്ച് പറയുമ്പം വാവുണ്ട്, മറ്റിടത്ത് വാവില്ല. ആ വാവ് എന്താണ്? സ്വർഗത്തിന് 8 വാതിലാണ്. അതുകൊണ്ട് ആ വാവ് പറയാൻ കാരണം. സബ്അത്തുൻ വ സാമിനുഹും കൽബുഹും, എവിടെ? അൽ കഹ്ഫില്. ആ വാവു സമാനിയാണ്. ആ വാവ് എന്തല്ല, വാവുൽ അത്ഫോ അല്ലെങ്കിൽ പറഞ്ഞ വാവ് എന്നല്ല. അപ്പൊ പല ടൈപ്പ് വാവുണ്ട്. ഈ വാവ് ഇസ്തിസ്നാഇന്റെ വാവാണ്. ഈ വ അൻസൽന എന്ന് പറഞ്ഞത്, അതായത് മേലെ പറഞ്ഞ 2 കാര്യവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അൻസല ഇറക്കി, അൻസൽന നാം ഇറക്കി. ഖുർആനിൽ ശ്രദ്ധിക്കണേ, ഖുർആനിൽ നോക്കണം, എല്ലാവരും മൊബൈലിലുള്ള ഖുർആനിൽ നോക്കണം. വ അൻസൽന, നാം ഇറക്കുകയും ചെയ്തു. അൻസല ഇറക്കി, അൻസൽന എന്ന് പറഞ്ഞാൽ നാം ഇറക്കി. വ അൻസൽന, നാം ഇറക്കുകയും ചെയ്തു, നാം ഇറക്കുകയും ചെയ്തു. മിനസ് സമായി, ആകാശത്ത് നിന്ന്. അൻസൽന മിനസ് സമായി, ആകാശത്ത് നിന്ന് നാം ഇറക്കി. വ അൻസൽന മിനസ് സമായി എന്ന് പറയുമ്പോൾ ആകാശത്ത് നിന്ന് നാം ഇറക്കുകയും ചെയ്തു. ഇതെന്ന് ഓരോ പദത്തിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കിയിട്ട് ആ അർത്ഥങ്ങളെ എങ്ങനെയാണ് ഇത് ഘടിപ്പിച്ചതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു വലിയ ഭാഗ്യമാണ് സഹോദരങ്ങളെ. നമ്മളെന്താ പറയുക, ഒരു പിന്നെ നിസ്കാരത്തിന് ഒരു ഇമാമിൻ്റെ പിന്നിൽ നമ്മൾ നിന്നാൽ, ഇമാം ഓതുമ്പോൾ ആ ഓതുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിസ്കാരവും മനസ്സിലാക്കാത്ത നിസ്കാരം തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഖുർആൻ ക്ലാസ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ഖുർആൻ പഠിക്കുന്നൊരു സദസ്സിൽ ഉണ്ടാവുക, പഠിക്കുന്ന ഒരാളാവുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എന്നിട്ടും നമുക്ക് നമ്മൾ പഠിച്ചൊരു സൂറത്തായിട്ട് പോരുമ്പോൾ, സൂറത്തുൽ മുഅ്മിനൂൻ ഒരു ഇമാം അങ്ങനെ ഓതുമ്പോൾ, അങ്ങനെ നമ്മൾ പഠിച്ചൊരു സൂറത്തായിട്ട് പോലും നമുക്ക് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് കിട്ടണില്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, നമ്മളെ മനസ്സിലേക്ക് ഇത് തങ്ങി നിൽക്കണം.
എവിടുന്ന് നമ്മൾ കേട്ടാലും, ഒരു യാത്രയിൽ കേട്ടാലും, ഒരു ഖാരീൻ്റെ ഖിറാഅത്ത് കേട്ടാലും, മഹ്മൂമായിട്ട് നിൽക്കുമ്പോൾ ഇമാമിൻ്റെ ഊത്ത് കേട്ടാലും ഒക്കെ അതിൻ്റെ ആശയം നമ്മുടെ മനസ്സിൽ നിൽക്കണം. അതാണ് വഅൻസൽനാ മിനസ്സമായി, വഅൻസൽനാ നാം ഇറക്കുകയും ചെയ്തു, മിനസ്സമായി ആകാശത്ത് നിന്ന്, മാഅൻ വെള്ളം. മാ എന്ന് പറഞ്ഞാൽ വെള്ളം. ആ വെള്ളം എന്ന വാക്കിനെ മഴ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു. ഞാൻ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നുണ്ട്, അത് വിശദീകരിക്കും ഞാൻ. ഇവിടെ എങ്ങനെ ഓതേണ്ടത്? മാഅം ബിഖദരിൻ. എങ്ങനെയാണ്? മാഅം ബിഖദരിൻ. ശരിക്കും മാ എന്ന തൻവീനാണ്. ആ തൻവീനിനെ മീമാക്കി മാറ്റണം. അത് ഇഖ്ലാബാണ്. ഇഖ്ലാബും ബിഗുന്ന. അതായത് ഒരു അക്ഷരത്തെ വേറെ അക്ഷരമാക്കി മാറ്റുക. തൻവീൻ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? തൻവീൻ എന്താണ്? ഫത്ത് ഇരട്ടിക്ക, കസ്ർ ഇരട്ടിക്ക, ലമ്മ ഇരട്ടിക്കലല്ലേ? അതിനാ തൻവീൻ എന്ന് പറയാം. ആ തൻവീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? തൻവീൻ ഒരു അറബി വേടാ. തൻവീൻ എന്നതിൻ്റെ അർത്ഥം നൂനുച്ചരിക്കുക എന്നാണ്. നൂനുച്ചരിക്കുക എന്നാണ്. അപ്പൊ മാ എൻ എന്ന് അത് പാടില്ല അവിടെ. കാരണം ബാ വന്നു. തൻവീനിന് ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? തൻവീൻ ഉച്ചരിക്കാൻ പാടില്ല. അവിടെ തൻവീനെ മാറ്റിയിട്ട് മീമാക്കി മാറ്റണം. അതാണ് ബിഖദരിൻ. വഅൻസൽനാ മിനസ്സമാഇ മാഅം ബിഖദരിൻ. മാഅം ബിഖദരിൻ. മനസ്സിലായില്ലേ? മാഅം ബിഖദരിൻ. തൻവീനിനെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്ത് കൊടുക്കണം. അപ്പൊ ഇതിന്റെ അർത്ഥം പറയാ, വഅൻസൽനാ നാം ഇറക്കുകയും ചെയ്തു, മിനസ്സമായി ആകാശത്തു നിന്ന്, മാഅൻ വെള്ളം ഇറക്കി, മഴ ഇറക്കി, ബിഖദരിൻ ഖദർ അനുസരിച്ച്. ഖദർ എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ അളവ്. ഇപ്പൊ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൊല്ലത്തേക്ക് നമുക്ക് എന്തൊക്കെ ഉണ്ടാകുമെന്ന് നിശ്ചയിക്കണ രാത്രിയാണ് ഖദറിന്റെ രാത്രി. ഒരു കൊല്ലത്തേക്ക് അടുത്ത റമദാൻ വരെ നമുക്ക് മക്കളുണ്ടാവുമോ, നമുക്ക് സമ്പത്ത് ഉണ്ടാകുമോ, നമ്മൾ മരിക്കോ, നമുക്ക് കുട്ടികൾ ജനിക്കോ, നമുക്ക് രോഗം വരുമോ, നമുക്ക് എത്ര ലാഭം ഉണ്ടാകും, എത്ര നഷ്ടം വരും, ഇതൊക്കെ നിശ്ചയിക്കുന്ന രാത്രിയാണെന്ത്? ലൈലത്തുൽ ഖദർ. ഖദർ എന്ന് പറഞ്ഞാൽ, അതായത് ഖദർ എന്ന് പറഞ്ഞ കണക്ക്, ഒരു തോത്, ഒരു കണക്കനുസരിച്ച് നാം ഭൂമിയിലേക്ക് മഴ വർഷിപ്പിക്കുന്നു. എന്താ പറഞ്ഞത് മനസ്സിലായ? ഇന്നലെ രാത്രി ചെന്നൈയിൽ പെയ്ത മഴ, ആ മഴ എത്ര ഗ്യാലൻ വെള്ളമുണ്ടായിരുന്നു എന്ന് കണക്കുണ്ട്. കണക്കപ്പെടാത്തൊരു തുള്ളി വെള്ളം ഭൂമിക്ക് എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് അള്ളാഹ് പറഞ്ഞത്. മഴ വർഷിപ്പിക്കുന്നവൻ ആരാ? മൻ നസല മിനസ് സമാഇ മാഅൻ. അള്ളാഹു മക്കത്തെ മുശ്രിക്കടക്കം സമ്മതിച്ചതാണ്. ആകാശത്ത് മഴ വർഷിപ്പിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. അള്ളാഹ് പറയാണ്, ഒരു തുള്ളി വെള്ളം. അതല്ല, മഴ വർഷിക്കുമ്പോൾ, മഴ ചാറുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. നമ്മളെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് മഴ ഇങ്ങനെ ഇറക്കുകൂടി ഇങ്ങനെ പെയ്യുമ്പോൾ നല്ല മഴ കേട്ടോ എന്ന് പറയാനല്ല. ആ മഴ വർഷിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. മഴ ചോർന്നു, മഴ നിന്നു, അപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, മുത്തിർനാ ബിഫദ്ലില്ലാഹി. ഇതൊക്കെ എവിടുന്നാണ്? ഇതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഇവിടുന്ന് കിട്ടും, ഖുർആനിൽ കിട്ടും. ഖുർആനിൽ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ തദബ്ബുർ ചെയ്യാൻ പോകുന്ന ആയത്തുകളിലൂടെ കിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നുള്ളത്. ഈ അവിടെ സ്വയ്യിബ് വരാൻ കാരണം എന്താണ്? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്നാ പറഞ്ഞത് അല്ലേ, മാ എന്നല്ല പറഞ്ഞത്. അവിടെ സ്വയ്യിബ് പറയാൻ കാരണം എന്താണ്? ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അള്ളാഹു ഇറക്കിയ, വർഷിപ്പിച്ച മഴ കൃത്യമായ കണക്കനുസരിച്ചാണ് അള്ളാഹ് ഇറക്കിയത്. ബാക്കി എന്നിട്ട് അസ്കന്നാഹു. അസ്കന എന്ന് പറഞ്ഞാൽ പിന്നെ മസ്കൻ എന്താ? മസ്കൻ താമസിക്കുന്ന സ്ഥലം. അസ്കന എന്ന് പറഞ്ഞാൽ താമസിപ്പിച്ചു. ഫഅസ്കന്ന നാം താമസിപ്പിച്ചു, നിർത്തി, ഉഹു അതിനെ. ഏതിനെ? മഴയെ. എവിടെ? ഫിൽ അർളി, ഈ ഭൂമി. എന്നാൽ മഴ പെയ്തിട്ട് മഴവെള്ളം സ്വീകരിക്കാൻ ഭൂമിയെ പാകമാക്കി. എങ്ങനെ? മഴവെള്ളത്തെ ഭൂമി സ്വീകരിക്കും. ഭൂമി, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. എല്ലാ ഗ്രഹവും ഒരേപോലെ അല്ല ആണോ? അതിൻ്റെ പിന്നെ സൃഷ്ടിപ്പും അതിൻ്റെ ഘടനയും ഒക്കെ ഒരേപോലെയാണോ? അതിലെ ധാതുക്കൾ ഒക്കെ ഒരേപോലെയാണോ? അല്ല. ഭൂമി എന്ന് പറഞ്ഞാൽ അതിൽ മഴ പെയ്താൽ ആ മഴവെള്ളത്തെ ഭൂമി
നിർത്തും. അപ്പൊ ആ ഭൂമിയിൽ നിർത്തുന്നത് ആരാ? അള്ളേ. ഫഅസ്കന്നാഹു ഫിൽ അർദ്. എന്നിട്ട് അള്ളാഹ് പറയാ വഇന്നാ, തീർച്ചയായും നാം, അലാ ദഹാബിൻ, ദഹാബിൻ ബി, ദഹബ പറഞ്ഞ പോയി എന്നാണ്. ദഹബ ബി എന്ന് പറഞ്ഞാലോ കൊണ്ടുപോയി. ദഹാബ് എന്ന് പറഞ്ഞാൽ പോകുന്നവൻ, ദഹാബിൻ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നവൻ. ഇവിടെ നോക്കി, വഇന്ന, തീർച്ചയായും നാം, അലാ മേൽ, ദഹാബിൻ ബിഹി, അതിനെ കൊണ്ടുപോകുന്നതിൻ്റെ മേൽ. അതിനെ, അതിൽ അതിനെ എന്നുള്ളതിന്റെ വാക്കേതാ? അല്ല, അതിനെ എന്നുള്ളതിന്റെ അറബി വാക്കേതാ? അതില് അല്ലല്ല, അതിനെ എന്നുള്ളതിന്റെ അല്ല, അതിനെ എന്നുള്ളതിന്റെ. അതാണ്, ശ്രദ്ധിക്കണം. ഉച്ച സമയമാണ്, ഭക്ഷണം കഴിക്കുന്ന സമയമാണ്, നല്ല അശ്രദ്ധ ഉറപ്പൊക്കെ വരാൻ, പൊട്ടുവായൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. ഖുർആനാണ് നമ്മളെ കയ്യിലുള്ളത്. ഒരിക്കലും ഒരു നിമിഷ നേരം പോലും അശ്രദ്ധമാകാൻ പാടില്ല. ഇതിലെ ഓരോ ഹർഫും ഇരട്ടി 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 പ്രതിഫലം. നമ്മളെ പദവി ഇങ്ങനെ അള്ളാഹിന്റെ അടുക്കിലേക്ക് ഉയർന്ന് നമ്മളെ സ്ഥാനം ഉയരുകയാണ്. നമുക്കിപ്പോൾ ഒരു ഗ്രേഡ് ഉണ്ട് അള്ളാഹിന്റെ അടുത്ത്. എന്നിട്ട് കയറി വരുന്നതിന് മുമ്പ് ഒരു ഗ്രേഡ് ഉണ്ട്. ഇവിടെ ഈ സദസ്സിൽ ഇരുന്നത് തുടങ്ങിയത് മുതൽ മലക്കുകൾ ആവരണം ചെയ്ത സദസ്സിലാണ് നമ്മളുള്ളത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലായിക്കത്ത് ഇവിടെ ഉണ്ട്. ആ മലായിക്കത്തിനോട് അള്ളാഹ് നമ്മളെ പറ്റി പറയുന്നുണ്ട്. നമ്മളിവിടെ ഇന്ന് പറഞ്ഞാലോ, മലക്കുകളോട് അള്ളാഹ് പറയാണ്, ഇതാ ഇന്നാൽ ഇന്ന സ്ഥലത്ത് ഇന്ന അടിമ എൻ്റെ കലാമ് പഠിക്കാണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളുകയാണ് നമ്മളെപ്പറ്റി. അള്ളാഹു നമ്മളെപ്പറ്റി, ആരാ അള്ളാഹ്? അള്ളാഹു നമ്മളെപ്പറ്റി മലക്കിനോട് പറയാ, ഇന്ന ഭൂമിയിൽ ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത് എൻ്റെ കലാമ് പഠിക്കുന്ന ഒരു ചെറിയ സദസ്സുണ്ട്. ആ ചെറിയ സദസ്സിൽ കുറച്ച് ആൾക്കാരുണ്ട്. ആ കുറച്ച് ആളുകളിൽ ഒരാളുണ്ട് നമ്മളെപ്പറ്റി അള്ളാഹ് പറയാ. ആരോട്? മലക്ക്. ഇത് ആരാ പറഞ്ഞു തരണത്? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിലൂടെ പറഞ്ഞു തരാം നമുക്ക്. അപ്പൊ നമ്മളെ പദവി ഉയർന്നു പോവുക. അതുകൊണ്ട് ഒരു അക്ഷരം പോലും വിട്ടുപോകരുത്. ഓക്കെ. അലാ ദഹാബിൻ ബിഹി, ബിഹി എന്നുള്ളതാണ് അതുകൊണ്ട്. അവിടെ ഹി എന്നുള്ളതാണ് അത്. ഹി, ബിഹിന്റെ ആ ഹി ആണ് മഴ. മനസ്സിലാണ്ട് പറഞ്ഞത്? വഇന്ന, തീർച്ചയായും നാം, അലാ ദഹാബിൻ ബിഹി, അതിനെ കൊണ്ടുപോകുന്നവനാണ്. എങ്ങനെ? അതിനെ കൊണ്ടുപോകും. ദഹാബിൻ ബിഹി, അങ്ങനെ കൊണ്ടുപോകാൻ ഖാദിറൂൻ, കഴിവുള്ളവനാണ്. ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ. ഖാദിറൂൻ എന്ന് അള്ളാഹിനെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ്? അത് ഒന്നിലധികം അള്ള ഉണ്ടായിട്ടല്ല, മറിച്ച് അത് ബഹുമാന അളമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതുപോലെ ഖാലിഖീൻ എന്ന് പറഞ്ഞില്ലേ? ഖാലിഖ് അള്ളല്ലോ, ഒറ്റ ആളല്ലുള്ളൂ. അത് അള്ള പറയാണ് അഹ്സനുൽ ഖാലിഖീൻ. അപ്പൊ ഖാലിഖ് ആരാണ്? അള്ളയാണ്. ഇവിടെ ഖാദിർ അള്ളയാണ്. ഖാദിറൂൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് അള്ളാഹുവിനെ തന്നെ അളമത്തിന് വേണ്ടി മഹത്വപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പം തീർച്ചയായും നാം ആ മഴ കൊണ്ടുപോകാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഇല്ല, ഖാദിർ എന്ന് പറഞ്ഞ അർത്ഥം ആ മഴ കൊണ്ടുപോകാൻ കഴിവുള്ളവനാന്ന് പറഞ്ഞാൽ അള്ളാഹ് വർഷിപ്പിക്കുന്ന മഴ പിടിച്ചു വെക്കാൻ ആർക്ക് പറ്റും? അള്ളാഹ്. അപ്പൊ കിട്ടുന്ന മഴ നമ്മളുടെ യോഗ്യത കൊണ്ടാണ് എന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് കിട്ടുന്നതാണ്. മനസ്സിലായിട്ട് പറഞ്ഞത്? അപ്പം ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം എന്നാണ്. ഇതിലൂടെ കിട്ടുന്ന ഈമാൻ എന്താണ്? സൂറത്ത് മുഅ്മിനൂനാണല്ല. ഇതിലൂടെ കിട്ടുന്ന ഈമാൻ എന്താണ്? ഈ ചിന്ത ഇല്ലാതിരുന്നാൽ നഷ്ടപ്പെടാൻ പോകുന്ന ഈമാൻ എന്താണ്? അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പൊ ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞോളി. പറഞ്ഞോളി. അൻസൽനാ, നാം ഇറക്കുകയും ചെയ്തു, മിനസ്സമായി, ആകാശത്ത് നിന്ന് എന്തിറക്കി? മാഅൻ. എന്താ മാ എന്ന് പറഞ്ഞാല്? മഴ ഇറക്കി. പിന്നെ ബിഖദരിൻ. എങ്ങനെ ഇറക്കിയത്? ബിഖദരിൻ, നിശ്ചിതമായ അളവിൽ ഇറക്കി. ഫഅസ്കന്നാഹു, നാം അതിനെ താമസിപ്പിക്കുകയും ചെയ്തു. ഫിൽ അർളി, ഭൂമിയിൽ ആ മഴയെ നാം നിലനിർത്തുകയും ചെയ്തു. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, തീർച്ചയായും നാം അത് കൊണ്ടുപോകാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. അപ്പൊ അർത്ഥം ചെയ്തിക്കോളൂ, ഒരുമിച്ച് അർത്ഥം ചെയ്തിക്കോളൂ. തീർച്ചയായും
ആകാശത്ത് നിന്ന് നിശ്ചിത അളവിൽ മഴ വർഷിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിർത്തുകയും ചെയ്തു. തീർച്ചയായും നാം അതിനെ കൊണ്ടുപോകാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. തിരിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. തീർച്ചയായും നാം അതിനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ, നിർത്തിവെക്കാൻ എന്നൊക്കെ അർത്ഥം പറയാം. തിരിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. അപ്പൊ ആയത്തിന് അർത്ഥം മനസ്സിലായില്ലേ? ഇനി ആ അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്ന് ഓതി എല്ലാവരും. ആയത്ത് ഓതുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം നമ്മളെ മനസ്സിൽ വേണം. അർത്ഥം മനസ്സിൽ വേണേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? 8 മെസ്സേജ് എഴുതി വെക്കണേ. 8 സന്ദേശങ്ങൾ നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടണം. മഴയ്ക്ക് വേണ്ടി ഖുർആനിൽ മഴ എന്ന അർത്ഥത്തിൽ 8 പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. എത്ര പദങ്ങൾ? 8 പദങ്ങൾ എഴുതിക്കോളൂ. വ്യത്യസ്തമായ 8 പദങ്ങൾ.
ഒന്ന് മാ, രണ്ട് മത്തർ, മൂന്ന് സയ്യിബ്, നാല് ത്വല്ല്, അഞ്ച് വയസ്സ്, ആറ് റഹ്മത്ത്, ഏഴ് വാബില്, എട്ട് വദക്ക്, ഖുർആനിൽ മാത്രം കേട്ടോ. മഴയ്ക്ക് വേണ്ടി ഖുർആനിൽ മഴ എന്ന അർത്ഥത്തിൽ വ്യത്യസ്തങ്ങളായ 7 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ല 8 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മാ കൂടാതെ 7, മാ അടക്കം 8 പദങ്ങൾ. മാ, മത്വർ, സയ്യിബ്, മാ, മത്വർ, സയ്യിബ്, മത്വർ, 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 പിന്നെ സയ്യിബ്, പിന്നെ ത്വല്ല്, ത്വല്ല്, സുമറിൽ സെൻറ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ത്വല്ല്, വൈസ്, വൈസ്, അതെ വൈസ്, റഹ്മത്ത്, റഹ്മത്ത്, റഹ്മത്തിന് മഴ എന്ന അർത്ഥമുണ്ട് ഖുറാനിൽ. വാബിൽ, 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 വദ്ക്ക്, വദ്ക്ക്, 8 പദങ്ങൾ ഖുറാനിൽ പ്രയോഗിച്ചു. വദ്ക്ക്, വാബിൽ, വദ്ക്ക്. അപ്പം മഴ എന്ന അർത്ഥത്തിൽ ഖുർആനിൽ എത്ര പദങ്ങൾ വന്നിട്ടുണ്ട്? എത്ര? 8 പദങ്ങൾ. ഈ 8 പദങ്ങളും 8 മെസ്സേജാണ് നൽകുന്നത്. ഇനി ശ്രദ്ധിക്കുക, 8 ടൈപ്പ് മഴ ആകാശത്ത് ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് അൻസൽനാ മിനസ്സമായി, ആകാശത്ത് മഴ ഇറക്കി എന്ന് പറഞ്ഞില്ലേ, ആ മഴ 8 തരം മഴ ആകാശത്ത് ഇറങ്ങുന്നുണ്ട്. 8 തരം മഴ, അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. ആ 8 സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോവാണ്, നമ്മൾ പഠിക്കാൻ പോവാണ്. 8 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് മാ. ഇന്ന് ഞാൻ ഇതിൻ്റെ അർത്ഥം പറയാം, കേട്ടോളി. 8 തരം മഴ പറയാൻ പോവാണ്, എന്തൊക്കെയാന്നുള്ളത്. ഒന്ന് മാ. മാ എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളമാണ്. എന്താ എന്താ മഴ എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം വിചാരിക്കണ്ട, വെള്ളമില്ലാത്ത മഴയും പെയ്തിക്കണ്. മഴ പെയ്തു, മഴ പെയ്തു, പക്ഷെ എന്തായില്ല, വെള്ളത്തുള്ളിയല്ല വന്നത്. അതാണ് മത്തർ. മത്തർ. മത്തർ എന്ന് പറഞ്ഞാൽ ശിക്ഷക്ക് ഖുർആനിൽ 15 തവണയാണ്, 15 സ്ഥലത്താണ് മത്തർ വന്നത്. ആ 15ഉം ശിക്ഷയായി പെയ്ത മഴയാണ്. ശിക്ഷയായിട്ട് പെയ്ത മഴ, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു മഴ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ശിക്ഷയായിട്ട് പെയ്ത മഴക്കാണ് എന്ത് പറയാ. ഇപ്പം പിന്നെ ലൂത്ത് നബിൻ്റെ സമൂഹത്തെ അള്ളാഹ് എങ്ങനെ നശിപ്പിച്ചത്? അട്ടിമറിച്ചു. പിന്നെ ആകാശത്തുനിന്ന് മഴ വർഷിച്ചു. ആ മഴ എന്തായിരുന്നു അറിയാം? ചൂള വച്ച കല്ല്. മഴ വെള്ളത്തുള്ളിക്ക് പകരം ആകാശത്തിന് പെയ്തത് എന്തായിരുന്നു? ചൂള വെക്കുക പറഞ്ഞാൽ ചൂടുണ്ടാക്കിയ പതപ്പിച്ച കല്ലുകളാണ് വന്നത് ആകാശത്തിന്. അതിനെക്കുറിച്ചൊക്കെ മത്തർ എന്നാണ് പറഞ്ഞത്, അവിടെ മാ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇതിലെ ഓരോ പദങ്ങളും ഖുർആനിൻ്റെ മുഅ്ജിസത്താണ് സഹോദരങ്ങളെ, മുഅ്ജിസത്താണ്.
അവിടെ കൂടി മാവ് പറഞ്ഞിട്ടില്ല. 15 തവണ അള്ള പറഞ്ഞത് മത്തറാണ്. ശിക്ഷയായിട്ട് പെയ്ത മഴക്ക് മാത്രം മത്തറ് പറഞ്ഞേ. ശരി. സ്വയ്യിബ് എന്ന് പറഞ്ഞാൽ ഇടിമിന്നലുകളോട് കൂടി വരുന്ന മഴക്ക പറയാം സ്വയ്യിബ്. എന്താ സ്വയ്യിബ് പറഞ്ഞാൽ? 8 ടൈപ്പ് മഴയെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കണേ. ഖുർആനാണ്, അള്ളാന്റെ കലാമാണ്, നമ്മളെ ഈമാനായിട്ട് ബന്ധമുള്ളതാണ്. സ്വയ്യിബ് എന്ന് പറഞ്ഞാൽ ഇടിമിന്ന. ഔക സ്വയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ്. എന്താ അർത്ഥം? ഔക സ്വയ്യിബിൻ മിനസ് സമാ, ആകാശത്ത് പെയ്ത മഴ പോലെ. സ്വയ്യിബ് മഴ. ഫീഹി, ആ മഴന്റെ കൂട്ടത്തിൽ ളുലുമാത്തുണ്ട്, ഒന്നായിട്ട് ഇരുളടഞ്ഞു വരിക മേഘം. ഫീഹി വറഅദുൻ വബർഖുൻ, ഇടിമിന്നലും. യജ്അലുന അസാബിയഹും ഫി, ഇടിമിന്നലിന് വന്നിട്ട് ആൾക്കാർ ചെവിന് മേലെ കൈവെക്കും. ആ മഴക്കെന്താ പറഞ്ഞത്? മാകുന്നല്ല, പിന്നെന്താ? സ്വയ്യിബ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്വയ്യിബൻ, ആ സ്വയ്യിബൻ നാഫിയാക്കണം എന്ന് പറയാൻ കാരണം. അല്ലല്ല, ഏത് മഴ അങ്ങനെ ആകാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ പ്രാർത്ഥന പ്രാർത്ഥന. അതുകൊണ്ടാണ് സ്വയ്യിബാണ് നമുക്ക് എന്താകേണ്ടത്. ഇപ്പൊ സാധാരണ ഒരു ചാറൽ മഴ പെയ്താലും എന്ത് ചെയ്യണം? അത് നാഫി ആകണം. അതേ സമയത്ത് നാഫി ആയിട്ട് ശരിക്കും മാറേണ്ടത്, ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മഴ ഏതാണ്? ഈ സ്വയ്യിബാണ്. കാരണം അവിടെ മഴ കൊണ്ടാവൂല പ്രയാസം ഉണ്ടാകുക, മിന്നലേറ്റിട്ടാ. മഴയല്ല പ്രയാസം, പിന്നെന്താ? മിന്നലാണ്, ഇടിയാണ്, അതിൻ്റെ കൂടെ മഴ വരേണ്ടത്. അതുകൊണ്ടാണ് ഈ ഇടിമിന്നലിൻ്റെ ഉപദ്രവമൊന്നും ഇല്ലാതെ മഴവെള്ളം മാത്രം കൊണ്ട പടച്ചോനെ ഇടിമിന്നലും ഉപദ്രവം ഉണ്ടാവുന്ന പാളികളാണ് സ്വയ്യിബ്. ഇങ്ങനെന്താണ്? തൊല്ലി, ചാറൽ മഴ. തൊല്ലി പറഞ്ഞാൽ ചാറൽ മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കണ മഴയില്ലേ, അതിനാണ് എന്ത് പറയുക? തൊല്ല് എന്ന് പറയും. ഇതൊക്കെ ഖുർആനിലേട്ടാ, ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും, ആയത്ത് കാണിച്ചു തരും. തൊല്ല്, ചാറൽ മഴ. വൈസ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം സഹായം എന്നാണ്. വാക്കിൻ്റെ അർത്ഥം എന്താണ്? സഹായം എന്നാണ്. പക്ഷേ ആ വൈസ് എപ്പോഴാണെന്ന് അറിയുന്നത്? അല്ല ഖുർആനിൽ പറഞ്ഞത് കേട്ടോളി, മഴ ഇല്ലാതെ നിരാശപ്പെട്ട് കഴിയുക. എങ്ങനെ? മഴയില്ലാതാകെ നിരാശപ്പെട്ട്, മഴയില്ല, ജന്തുക്കളൊക്കെ ചത്തുപോണ്, മഴയില്ലാതാവുമ്പോഴാണ് നമ്മൾ അല്ലാഹുമ്മ ആഗിസ്നാ ഗൈസം മുഗീസാ. കണ്ട? അപ്പൊ ഈ ഗൈസ് എപ്പോഴാ? ഇത് ഖുർആൻ അള്ളാഹ് പറയാണ് കേട്ടാ. ആളുകൾ നിരാശരായി കഴിയുമ്പോൾ നാം അവർക്ക് മഴ ഇറക്കുന്നു എന്ന് പറഞ്ഞതിന് പകരം ഗൈസ് ഇറക്കുക എന്നാ പറഞ്ഞത്. ഇത് തദബ്ബുറാണ് സഹോദരങ്ങളെ, ഇത് നിസ്സാര കാര്യമല്ല. ജനങ്ങൾ നിരാശരായി മഴയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നാം അവർക്ക് മഴ ഇറക്കുന്നു എന്ന് പറഞ്ഞ പകരം മാ അല്ല പ്രയോഗിച്ചത്, പിന്നെന്താ പ്രയോഗിച്ചത്? വൈസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മഴയില്ലാത്ത സമയത്ത് അല്ലാഹുമ്മ അഗീസ്നാ ഗൈസം മുഗീസാ എന്ന് പറയുന്നത്. മനസ്സിലായോ? വൈസിറ സഹായം. വൈസ് എന്ന് പറഞ്ഞാൽ മഴ കിട്ടാതെ നിരാശപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടണ മഴ. വൈസ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം സഹായം എന്നാണ്. മഴയില്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന മഴക്കെന്ത് പറയാ? വൈസ് എന്ന് പറയാ. ഇനിയെന്താ? റഹ്മത്ത് എന്ന് പറഞ്ഞ മഴ ഏതറിയോ? പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പെയ്യണ മഴ. ഇപ്പൊ നമ്മളെ നാട്ടില് പറയില്ലേ, അവിടെ പെയ്തു ഇങ്ങോട്ട് മഴയില്ല അറിയില്ലേ, ആ മഴക്ക് പറഞ്ഞ പേരെന്താണ്? റഹ്മത്ത്. അടയാറിൽ പെയ്തു, സെൻട്രൽ അങ്ങോട്ട് പെയ്തിട്ടില്ല എന്ന് പറയല്ലോ, ആ മഴ. അത് അള്ളാഹ് പറയണ്ട, ഖുർആനിലുള്ളതാണ്. അതായത് കാർമേഘങ്ങളെ അള്ളാഹ് കേട്ടോളിയെ, കാർമേഘങ്ങളിൽ അള്ളാഹ് വെള്ളത്തെ വഹിക്കും. വെള്ളത്തെ വഹിച്ചിട്ട് എന്ത് ചെയ്യും? സുക്നാഹു ലി ബലദി മയ്യിത്തിൻ, ഒരു നാട്ടിലേക്ക് നമ്മൾ അതിനെന്ത് ചെയ്യും? തെളിച്ചിങ്ങനെ കൊണ്ടുപോകും. ഇവിടെ പെയ്യൂല, നമ്മൾ എല്ലാം മഴക്കാറുണ്ട് ഇപ്പൊ പെയ്യുന്ന പറയും, ഇവിടെ പെയ്യൂല, കാറ്റിനയക്കും. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അള്ളാഹു ചില സ്ഥലത്തേക്ക് കണ്ട് കൊണ്ടുപോയിട്ട് പെയ്യിക്കുക. ചിലപ്പോൾ കാടാകും, വനങ്ങളാകും, പാവപ്പെട്ട ജീവജാലങ്ങൾ, ജന്തുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇതിനൊക്കെ ഇക്കാരം കൊണ്ടുപോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി പെയ്യിപ്പിക്കും. അതിന് അള്ളാഹ് പറഞ്ഞ വയൻഷുർ റഹ്മത്തഹു എന്ന, അള്ളാഹിൻ്റെ മഴ വർഷിക്കാമെന്നതിന് പകരം ഉപയോഗിച്ച വാക്കെന്താ? റഹ്മത്ത് എന്നാ പറഞ്ഞു. ഇനി ഏതാ? വാബിൽ, പേമാരി. പേമാരി തൊല്ലിൻ്റെ ഓപ്പോസിറ്റ്. തൊല്ലി ചാറൽ മഴ അല്ലേ, വാബിൽ എന്ന് പറഞ്ഞാൽ പേമാരി. പേമാരി എന്ന് പറഞ്ഞാൽ ചാറല്ല, നല്ലോണം അടിച്ചു പൊളിച്ച് പെയ്യുക. നല്ലോണം നല്ല വെള്ളം കിട്ടുന്ന മഴക്കാണ് വാബിൽ എന്ന് പറയാം. നല്ലോണം, അതായത് എന്താ പറയുക, ഇതൊക്കെ വ്യത്യാസമുണ്ട്.
അപ്പോൾ നല്ല ഇടിമിന്നും കാറ്റിട്ട് വന്നാൽ മഴ ചിലപ്പോൾ കുറച്ചേ കിട്ടുള്ളൂ, അത് സ്വയ്യബാണ്. വാബിൽ എന്ന് പറഞ്ഞാൽ നിന്നങ്ങനെ പെയ്യന്നെ, നല്ലോണം വെള്ളം കിട്ടും, കാറ്റുണ്ടാവില്ല, ബാക്കിയുള്ള ഇടിമിന്നലൊന്നും ഉണ്ടാവില്ല, മഴ മാത്രം പെയ്യുക, വെള്ളം യഥേഷ്ടം വരിക. ആ മഴക്ക് എന്ത് പറയാ? വാബിൽ എന്ന് പറയും. മനസ്സിലായി? ഇനി വതുക്ക്. വതുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും വതുക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം പിന്നെ ഈ കത്തിറത്ത് എന്നാണ് അറബി പറയുക. എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുള്ളി ആണ് വതുക്ക്. മിൻ ഖിലാലിഹി, കാർമേഘത്തിന് ഇടയിൽ വതുക്ക് ഇറങ്ങാന്ന് പറയും. എന്നാൽ വലിയ 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 തുള്ളികൾ ഇങ്ങനെ പെയ്യുക. ചിലപ്പോൾ അതെന്താകും, ഈ പിന്നെ ആലിപ്പഴമാകും, ചിലപ്പം മഞ്ഞുകട്ട ഇതാകും, വലിയ തുള്ളികൾ പെയ്യുക. അതൊരു ടൈപ്പ് മഴയാണ്. അതിനാണ് എന്ത് പറയുക? വതുക്ക്. എന്താ പറയുക? വതുക്ക്. ഇങ്ങനെ 8 ടൈപ്പ് മഴ പെയ്യുന്നുണ്ട്. അൻസല മിന സമായി എന്ന് പറഞ്ഞ് ആ 8 മഴകളും 8 മെസ്സേജാണ്, 8 സന്ദേശമാണ് അള്ളാഹു നൽകുന്നത്. അതിൽ ഒരു സന്ദേശത്തെക്കുറിച്ച് പറയുന്ന ഒരായത്ത് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ അർത്ഥം വിശദീകരിക്കാൻ സമയമില്ല. ആയത്തൊന്ന് കേൾക്കാം നമുക്ക്. നിങ്ങൾ മറച്ചോളി. പരിശുദ്ധ ഖുർആനിലെ 56 സൂറത്ത് 56. ഏതാ സൂറത്ത്? 56. വാക്യ സൂറത്തു റഹ്മാന് ശേഷം അതിലെ 57 മുതൽ വാക്യയിലെ 57 മുതൽ കേട്ടോളെ. 70 വരെ. അപ്പോൾ ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളോട് അള്ളാഹ് ചോദിക്കുകയാണ്, കുടിച്ച വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഇതെവിടെയൊക്കെ എത്തുന്നറിയോ? നമ്മൾ ഇതുവരെ സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞ ഈ ആയത്തിൻ്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? അത് 7 ആകാശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അതിലിങ്ങനെ വന്നിട്ട് എവിടുന്നാന്നറിയാം ഇത് ശരിക്കും വരണത്. അള്ളാഹ് ചോദിക്കണ്ടല്ലോ, പിന്നെ നിങ്ങളെ നാം ഈ സൃഷ്ടിയൊക്കെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഇന്നക്കും ബാധതാലിക്ക, നമ്മൾ ഭൂമിയിലേക്ക് ഒരു ഉമ്മാൻ്റെ മകനായി നമ്മളെ പടച്ചോ സൃഷ്ടിച്ചു അല്ലേ? ആദ്യം നമ്മൾ ഇറക്കിയ വെള്ളം ഏതാ? ഉമ്മാൻ്റെ കയ്യിലുള്ള ആ പൈതലായിട്ട് നമ്മൾ ആദ്യം നമ്മളെ ചങ്കിൽ നിറക്കിയ വെള്ള എന്ത് വെള്ളമായിരുന്നു? ആദ്യം നമ്മൾ ഇറക്കിയ വെള്ളം ഏതാ? ആദ്യം നമ്മളെ ചങ്കിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഏതാ? പുറത്ത് വരുന്നത് വരെ നമുക്ക് ആഹാരം അള്ളാഹു ഗർഭപാത്രത്തിൽ വെച്ച് തന്നിട്ടുണ്ട്. പുറത്ത് വന്നതിന് ശേഷം വേറൊരാളെ കൈകൊണ്ട് നമുക്ക് ആദ്യം കിട്ടിയ വെള്ളം മധുരമാണ്. തഹ്നീക്ക്, തേനോ അല്ലെങ്കിൽ ഈത്തപ്പഴോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മധുരമുള്ളൊരു വെള്ളം മധുരം തൊട്ട് കൊടുക്കണം, സുന്നത്താണ്. തഹ്നീക്ക് സുന്നത്താണ്. പ്രസവിച്ച കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്ന മുമ്പ് ആദ്യം തേന് കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ ഒരു മധുരം കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. അതാണ് തഹ്നീക്ക് എന്നാണ് അതിന് പറയുക, സുന്നത്താണ്. അതുമുതൽ നമ്മൾ ഇന്നേ വരെ കുടിച്ച വെള്ളം, പല ടൈപ്പ് വെള്ളം അല്ലേ? ഇനി അവസാനത്തെ വെള്ളം, നമ്മൾ ആദ്യം കുടിച്ച വെള്ളം, അവസാനത്തെ വെള്ളം എവിടുന്ന് ആരെ കൈകൊണ്ട് എവിടുന്ന് കിട്ടുമെന്ന് പടച്ചൊന്ന് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്.
ആ വെള്ളം കുടിക്കുക മാത്രമല്ല, പിന്നെന്ത് വേണം? അതിൻ്റെ കൂടെ ഈമാനും കൂടി കിട്ടണം. വെള്ളം കുടിക്കുക മാത്രമല്ല, ഈമാനും കൂടി കിട്ടിയിട്ട് വേണം നമ്മൾ മരിക്കാൻ. അള്ളാഹു തആല ആ ഒരു ചിന്ത നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഖുർആനിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. എൻ്റെ ഖുർആൻ ക്ലാസ്, ഞാൻ എടുക്കുന്ന ഖുർആൻ ക്ലാസ് നമ്മളെ താന്നൂര് എടക്കടപ്പുറം സെൻറ്ററിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു കുട്ടിയാണ് കഴിഞ്ഞ ഒരു 5 ദിവസത്തോളമായിട്ട് പുഴയിൽ പോയിട്ട് ബോഡി കിട്ടാതെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മയ്യത്ത് കിട്ടാതെ. ഇപ്പം ഇന്ന് അത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പരപ്പനങ്ങാടി ന്യൂക്കട്ട് എന്ന് പറയുന്ന പാലത്തിങ്ങൽ പുഴയിൽ പോയിട്ട് ആ മയ്യത്ത് കിലോമീറ്ററുകളോളം പോയി പുഴയിലൂടെ ഒഴുകി കടലിലെത്തി. കടലിൽ നിന്ന് അങ്ങോട്ട് തെക്കോട്ട് മാറി ഒഴുകിയിട്ട് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ആ ഭാഗത്തുനിന്ന് മയ്യത്ത് കിട്ടിയത് ഇത്രയും ദിവസമായിട്ട്. ആ മകനെയും കാത്തിരിക്കുന്ന ഒരു ഉമ്മ ഉണ്ട് ആ വീട്ടിൽ. ഊണിലും ഉറക്കിലും ഓരോ വളർച്ചയിലും ആ കുട്ടിക്ക് കാവലിരുന്നൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത മയ്യത്താണ്. 5 ദിവസം വെള്ളത്തിൽ കിടന്ന് അലിഞ്ഞ മയ്യത്ത കൊണ്ടുവരാൻ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ ഉമ്മാക്ക് മുഖം കാണാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് മനസ്സിന് സ്ഥൈര്യം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി കൊടുക്കട്ടെ. ആ കുട്ടിക്ക് അള്ളാഹു ഷഹീദിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. 17 വയസ്സിലൊരു പൊന്നു മോന മരണപ്പെട്ടത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാരകമായ പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ പൊന്നു മക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ ഏർപ്പാടുകളിലും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലുമെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തടസ്സങ്ങൾ നീക്കി തരട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധാരാളമായി നമുക്ക് സദഖയും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ബർക്കത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.